നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് ആഭ്യന്തരമന്ത്രിയായി അധികാരമേറ്റു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വനംവകുപ്പ് നൽകിയത് അധാർമികവും വഞ്ചനയുമെന്ന് R. ബാലകൃഷ്ണപിള്ള. മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നുവെന്നും പിള്ള. പത്തനംതിട്ട അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെയും കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹരിത സംഗമം നടന്നു. പാചകവാതക വില കുത്തനെ കൂട്ടി. ഗാർഹിക ഉപഭോക്താക്കൾക്കും വാണിജ്യ ഉപഭോക്താക്കൾക്കും കനത്ത പ്രഹരം. വാർത്തകളിലേക്ക് വിശദമായി. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ നിഖിൽ കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജനങ്ങളോടുള്ള ക്ഷേമം മുൻനിർത്തിയുള്ള ഭരണം കാഴ്ചവെക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ നിഖിൽ കുമാറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ആഭ്യന്തരമന്ത്രിയായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിലേക്കുള്ള കടന്നുവരവ്. രാവിലെ 11:20 രാജ്ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ടു നിന്നും അടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുടെ വരവ് കണക്കിലെടുത്ത് രാജ്ഭവനിൽ പ്രത്യേക വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ ചെന്നിത്തലയെ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് വരവേറ്റത്. സംസ്ഥാന മന്ത്രിപദത്തിലേക്കുള്ള രണ്ടാം വരവാണ് രമേശിന്റേത്. 1986 ആദ്യമായി മന്ത്രിയായ രമേശ് ചെന്നിത്തല ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. രണ്ടാം വരവിൽ ആഭ്യന്തരമന്ത്രിയും. രമേശ് ആഭ്യന്തരമന്ത്രിയായ സാഹചര്യത്തിൽ ആ വകുപ്പിൽ നിന്നും പുറത്തായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വനം, ഗതാഗതം, സ്പോർട്സ് തുടങ്ങിയ വകുപ്പുകൾ ലഭിക്കും. വനം, സ്പോർട്സ് വകുപ്പുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. 2011 മെയ് 18 അധികാരമേറ്റ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രണ്ടാമത്തെ മന്ത്രിസഭാ പുനഃസംഘടനയാണിത്. 1.5 വർഷം മുമ്പ് നടന്ന ആദ്യ പുനഃസംഘടനയിൽ അനൂപ് ജേക്കബും മഞ്ഞളാംകുഴി അലിയും മന്ത്രിസഭയിലേക്ക് വന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സമഗ്ര അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന സൂചന. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ CPM നിയമസഭാ കക്ഷി ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയും കർദിനാൾ ബസേലിയസ് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാബ ഉൾപ്പെടെയുള്ള പ്രമുഖരും എത്തിയിരുന്നു. സിറ്റി ന്യൂസ്, റാന്നി. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വനംവകുപ്പ് നൽകിയത് അധാർമികവും വഞ്ചനയുമാണെന്ന് R. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെയോ KM മാണിയുടെയോ ഏതെങ്കിലും വകുപ്പുകൾ ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി ധൈര്യപ്പെടുമോ എന്നും ബാലകൃഷ്ണപിള്ള ചോദിച്ചു. NSS ജനറൽ സെക്രട്ടറി അനുവദിക്കുന്ന പക്ഷം മുന്നോക്ക കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗണേഷിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന് പറയുന്നതിൽ വിശ്വാസമില്ലെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗണേഷിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ മന്ത്രിസ്ഥാനം നൽകുമെന്ന് ഉറപ്പു നൽകി കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നുവെന്നും പാർട്ടിയുടെ നിലപാട് വെള്ളിയാഴ്ച അറിയിക്കുമെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഹയർ സെക്കൻഡറി കോഴ്സിന് ഓപ്പൺ സ്കൂളിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് നാളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഫീസ് അടയ്ക്കണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി തടിയൂർ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹരിത സംഗമം നടത്തി. രാജു എബ്രഹാം MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി, ജില്ലാ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തടിയൂർ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലാണ് ഹരിത സംഗമം 2014 തുടക്കമായത്. പരിസ്ഥിതി സംരക്ഷണത്തിന് സുരക്ഷിത സാങ്കേതിക വിദ്യകൾ എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. രാജു എബ്രഹാം MLA ഹരിത സംഗമം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കിട്ടുന്ന ജൈവവളം എത്രമാത്രം പ്രയോജനപ്രദമാണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പല കമ്പനികളും തരുന്ന ജൈവവളം മായം കലർന്നതാണ്. ഒരു 20-25% പോലും പ്രയോജനം പലപ്പോഴും പല കമ്പനികളുടെയും ജൈവവളം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
മായമില്ലാത്ത, വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അത് മാർക്കറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഓരോ വീട്ടിലും നമുക്ക് എത്തിക്കാൻ എങ്ങനെ കഴിയും? ഒരു വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ആലോചിക്കാവുന്ന വിഷയമാണ്. 2014 ഭൂമിയെ സംരക്ഷിക്കുക എന്ന സന്ദേശം എല്ലാവരും ഏറ്റെടുക്കണമെന്നും ഇനി വരും നാളിൽ ഭൂമിയെ സംരക്ഷിക്കുന്ന പോരാട്ടമാണ് വേണ്ടിവരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം 2.88 കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ അന്തരീക്ഷത്തിൽ 2.88 ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് ഇന്ത്യ അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത്. 2030 ആകുമ്പോൾ അത് 5 ടണ്ണായി വർദ്ധിക്കും. വളരെ ഭീകരമായ ഒരവസ്ഥയാണ്. അത് ഭാരതത്തെക്കാളും കൂടുതൽ വികസിത രാജ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നുണ്ട്. 25 വർഷം മുമ്പ് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് 27 ഡിഗ്രി സെന്റിഗ്രേഡായിരുന്നു. മർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് അധ്യക്ഷത വഹിച്ചു. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. സാധാരണയായി പറയുന്നു, ചേഞ്ച് ഈസ് ദി ഓൺലി പെർമനന്റ് തിങ് ഇൻ ദിസ് വേൾഡ്. മാറ്റമാണ് സ്ഥിരമായിട്ടുള്ളത്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഞങ്ങൾ ആ മുറിയിൽ, റോബർട്ടിന്റെ മുറിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തു. ഒരു കാർഷിക സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം കഴിഞ്ഞ തലമുറ. ഇപ്പോൾ ഒരു യാന്ത്രിക ജീവിത ശൈലിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളുടെ സാധ്യതകളെല്ലാം ഇടയിൽ ആത്മ കർഷക ഗ്രൂപ്പിനുള്ള അവാർഡ് ഹരിതശ്രീ കർഷക സംഗമത്തിന് നൽകിക്കൊണ്ട് കോയിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് അന്നപൂർണ ദേവി നിർവഹിച്ചു. ഇന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വിഷലിപ്തമായ പച്ചക്കറികളും അതുപോലുള്ള ആഹാര ഭക്ഷ്യവസ്തുക്കളും കഴിച്ച് രോഗാതുരരായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ CP റോബർട്ട്, പമ്പ പരിരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി NK സുകുമാരൻ നായർ, കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ KK ചന്ദ്രൻ, ഡയറക്ടർ ഡോക്ടർ ബാബു ഫിലിപ്പ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ CK സജിത, എഴുമറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതകുമാരി, രഘുനാഥ പിള്ള, തോമസ് ജേക്കബ്, പ്രോജക്ട് ഡയറക്ടർ ഉമ്മു ജമീല തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. നവീന കാർഷിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഹരിത സംഗമത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശന സ്റ്റാളുകൾ ശ്രദ്ധേയമാകുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും കർഷകരുടെയും പലതരം ഉൽപ്പന്നം ഇവിടെ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. കാർഷിക രംഗത്തെ പുതിയ അറിവുകളും സാങ്കേതിക പരിജ്ഞാനവും യഥാസമയം കർഷകരിലും സമൂഹത്തിലും എത്തിക്കുകയെന്ന ആശയത്തോടെയാണ് തടിയൂർ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ആരംഭിച്ച ഹരിത സംഗമത്തിന്റെ പ്രദർശന സ്റ്റാളുകളിലുള്ളത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും കർഷകരുടെയും പലതരം ഉൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ എന്നിവയും ഇവിടെ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. കൂടാതെ കേരള കാർഷിക സർവകലാശാല, ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, ആത്മ പദ്ധതി, നബാർഡ്, ഫാർമേഴ്സ് സൊസൈറ്റി തുടങ്ങിയവയുടെയും സ്റ്റാളുകൾ സംഗമത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും വലിയ ആഫ്രിക്കൻ കാച്ചിൽ, പാൽവള്ളിക്കാച്ചിൽ, കരിമുള്ളൻ കിഴങ്ങ്, വയനാടൻ കാച്ചിൽ, നെയ്ച്ചേന, കാട്ടുചേന എന്നിവയും സ്റ്റാളുകളിലെ പ്രധാന ആകർഷണങ്ങളാണ്. സേലം നാമക്കൽ ABPG അഗ്രോ യൂണിറ്റ് അവതരിപ്പിച്ച ആധുനിക രീതിയിലുള്ള കോഴിക്കോട് സ്റ്റാളിലെ മറ്റൊരു പ്രത്യേകതയാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളതെന്ന് കമ്പനി പ്രതിനിധികൾ പറഞ്ഞു. 5 കോഴിയെ വളർത്താവുന്ന ഒരു കൂടാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത്. അത് നിപ്പിൾ സിസ്റ്റം. വെള്ളം വേസ്റ്റേജ് വരുന്നില്ല. വെള്ളം അതിൽ കൊത്തി കൂട്ടുമ്പോൾ അതിൽ സ്മെല്ല് വരുന്നില്ല. അടിയിൽ ട്രേ ഉണ്ടായിരിക്കും. ട്രേ കാഷ്ടം താഴ്ത്തു പോകാതെ അതിനെടുത്ത് റിമൂവ് ചെയ്ത് ചെയ്യാവുന്ന സംവിധാനം. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഈ പുതിയ ടെക്നോളജി നമ്മൾ ചെയ്തിട്ടുള്ളത്. നിപ്പിൾ ചേടൽ സ്ക്വയർ പൈപ്പിലൂടെ ബക്കറ്റ് വെച്ച് അതിൽ നിന്ന് വെള്ളം വേസ്റ്റേജ് വരാതെ അതിലേക്ക് കൊത്തി കുടിച്ച് കഴിക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു കൂടാണ് നമ്മൾ ഇവിടെ വെച്ചത്. പുറത്താണ് ഫീഡ് അതിൽ കൊത്തി വേസ്റ്റ് വരാതെ ലോസാവാതെ അവർ ഇതിലൂടെ തന്നെ അവർ കഴിച്ച് അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പലവരും പല ഇതിലും വീടുകളിൽ വെച്ച് വീടിൻ്റെ മുകളിൽ വയ്ക്കാം. ചെറിയ 5 കോഴിയുടെ വയ്ക്കാം, 7 കോഴിക്ക്, 10 കോഴിക്ക്, അങ്ങനെ പല വിധത്തിലേക്കും ചെയ്യാവുന്ന സംവിധാനത്തിലാണ് നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ എന്തെങ്കിലും വല്ല ഇറക്കപ്പൊടി അങ്ങനെ ഇട്ടാലും ഇത് വരുന്നില്ല. എന്നാലും അതിൽ അങ്ങനെ ഒരു സംഭവമില്ല. പരിസ്ഥിതിക്ക് ആ ഒരു കംപ്ലയിൻസും വരുന്നില്ല.
പഴയ കാർഷിക ഉപകരണങ്ങളായ ചക്രവും അറയും, നുങ്കം, അടിമരം, കലപ്പ എന്നിവയും പോയ കാലത്തെ സ്മരണകൾ ഉയർത്തി സ്റ്റാളിൽ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. കൂടാതെ അലങ്കാര മത്സ്യങ്ങൾ, കൂൺവിത്ത് മുതൽ വിപണനം വരെ, ജൈവകീട, കുമിൾനാശിനികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സ്റ്റാളും പ്രദർശനത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. വള്ളംകുളം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളാണ് ചിരട്ട കൊണ്ടുള്ള വിവിധ കരകൗശല ഉൽപ്പന്നങ്ങളുമായി പ്രദർശനത്തിനെത്തിയത്. സ്കൂളിലെ നന്ദന, ശേബ, ആതിര, ഗായത്രി, സോനു, ജിലൽ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇത് ചിരട്ട കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു മീനാണ്. പിന്നെ ഇത് വീട്ടിലൊക്കെ വെക്കാവുന്ന ഒരു ചെറിയ ഫ്ലവേഴ്സ് പോലെ ഉണ്ടാക്കിയത് ചെറുതുണ്ട്. ഇത് പിന്നെ തടി കൊണ്ടുണ്ടാക്കിയ വള്ളമാണ്. ഇത് വേസ്റ്റ് ആയിട്ടുള്ള സ്പൂൺസ് കൊണ്ടുണ്ടാക്കിയത്. ഇതും ഇത് അതുപോലത്തെ തന്നെയാണ്. വേസ്റ്റ് ആയിട്ടുള്ള സ്പൂൺ കൊണ്ടുണ്ടാക്കിയത്. ഇന്ന് ആരംഭിച്ച പ്രദർശനം 4-ാം തീയതി സമാപിക്കും. സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ സമൂഹത്തിൽ നേരിട്ട് എത്തിക്കുക എന്നതാണ് ഈ പ്രദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സാബു ഫിലിപ്പ് സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഹരിത സംഗമം ഈ ജില്ലയിലെ കൃഷിക്കാർക്ക് ആധുനിക സാങ്കേതിക വിദ്യ ലഭ്യമാക്കി പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ കൃഷി വികസിപ്പിക്കുന്നതിനുള്ള സംവിധാനത്തിനുള്ള പ്രമോഷനാണ് നടത്തപ്പെടുന്നത്. ഇതിൽ കൃഷിക്കാരും ആത്മീയും ICRന് കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രവും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ സംരംഭമാണ്. ഈ സംരംഭത്തിലൂടെ സാധാരണക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയും അതിന് വിപണി കണ്ടുപിടിക്കുകയും സാങ്കേതികവിദ്യ ലഭ്യമാക്കി കൃഷിക്കാരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുക, ജീവിതാനുഭവങ്ങൾ പങ്കിടുക എന്നൊക്കെയാണ് ലക്ഷ്യമാക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. 50ാമത് റാന്നി കാത്തലിക് കൺവെൻഷൻ ജനുവരി 8 മുതൽ 12 വരെ സെന്റ് തോമസ് നഗറിൽ നടക്കും. കൺവെൻഷന്റെ മുന്നോടിയായി റാന്നിയിലെ കത്തോലിക്ക ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ 4-ാം തീയതി ശനിയാഴ്ച വചനരഥപ്രയാണ വിളംബരയാത്ര നടത്തും. രാവിലെ 8-ന് തടിയൂർ കാഞ്ഞിറ്റിക്കര സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ നിന്നും വിളംബരയാത്ര ആരംഭിക്കും. ഫാദർ രഞ്ജിത്ത് ആലുങ്കൽ, ഫാദർ ബെന്നി കൊടുമരുത്തുമൂട്ടിൽ, ഫാദർ തോമസ് പയ്യമ്പള്ളിൽ എന്നിവർ നേതൃത്വം നൽകും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. പാചകവാതക വില കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ രാജ്യത്തിന് പുതുവത്സര സമ്മാനം നൽകി. വാണിജ്യ ആവശ്യത്തിനും ഗാർഹിക ആവശ്യത്തിനുമുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുത്തനെ കൂട്ടിയത്. ആധാർ കാർഡിന്റെ പേരിൽ സേവനങ്ങൾ നിഷേധിക്കരുതെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി. പാചകവാതക വില കുത്തനെ കൂട്ടി കേന്ദ്രം രാജ്യത്തെ ജനങ്ങൾക്ക് പുതുവത്സര സമ്മാനം നൽകി. ഗാർഹിക സിലിണ്ടറിന്റെ വില 230 രൂപ 16 പൈസയായി വർദ്ധിപ്പിച്ചു. സിലിണ്ടർ ഒന്നിന് 1293 രൂപ 50 പൈസയാകും. ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചവർക്ക് സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന 5% നികുതി ഒഴികെ സബ്സിഡിയായി 786 രൂപ ലഭിക്കുമെന്ന് എണ്ണ കമ്പനികൾ അറിയിച്ചു. ഉപഭോക്താവ് നികുതി ഇനത്തിൽ 64 രൂപയാണ് അധികമായി നൽകേണ്ടത്. ആധാറുമായി ബന്ധിപ്പിക്കാത്തവർ അധികം നൽകേണ്ടത് 850 രൂപയാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില 385 രൂപ 95 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ വില 2184 രൂപ 50 പൈസയായി. ഇതാദ്യമായാണ് പാചകവാതക വില 200-ന് മേലെ വർദ്ധിപ്പിക്കുന്നത്. ഇന്നു മുതൽ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ എന്ന് എണ്ണ കമ്പനികൾ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ ഭൂരിപക്ഷം പേരും ഇതുവരെ ആധാറുമായി അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതുവത്സര ദിനത്തിൽ തന്നെ സാധാരണക്കാരന് വൻ അടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പാചകവാതക സബ്സിഡി ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുവാനുള്ള സമയപരിധി നീട്ടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. നികുതി ഒഴിവാക്കുന്ന കാര്യം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. എന്നാൽ ഇന്ന് രമേശ് ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപും പിൻപും 2 മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്നിരുന്നു. പക്ഷേ ഏറെ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തതേയില്ല. അതേസമയം ആധാർ നിർബന്ധമാക്കിയ പെട്രോളിയം കമ്പനികളെയും ഏജൻസികളെയും പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ആധാർ കാർഡ് നിർബന്ധമാക്കിയതും പാചകവാതക വില കൂട്ടിയതും പിൻവലിക്കും വരെ ജനകീയ രോഷം ഉയരണമെന്നും VS ആവശ്യപ്പെട്ടു. എന്നാൽ പാചകവാതക സബ്സിഡിക്ക് ആധാർ കാർഡ് നിർബന്ധമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി.
ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചവർക്ക് മാത്രമാണ് സബ്സിഡി നൽകുകയെന്ന് പെട്രോളിയം കമ്പനിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് നിർബന്ധമാക്കരുതെന്ന് സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെയും പെട്രോളിയം കമ്പനികളുടെയും ഈ നിലപാട്. ആധാർ കാർഡിന്റെ പേരിൽ സേവനങ്ങൾ നിഷേധിക്കരുതെന്നും പാചകവാതകത്തിനടക്കം ആധാർ കാർഡ് നിർബന്ധമാക്കരുതെന്നുമാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഉത്തരവ് പുനഃപരിശോധിക്കുവാൻ കോടതി തയ്യാറായില്ല. സിറ്റി ന്യൂസ്, റാന്നി. തടിയൂർ ഇമ്മാനുവേൽ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച തയ്യൽ പരിശീലന സ്കൂളിന്റെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. തടിയൂർ ഇമ്മാനുവേൽ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ നേതൃത്വത്തിലാണ് തയ്യൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ ഒരു സംരംഭമാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നിലനിൽപ്പിനായുള്ള വലിയ പ്രയത്നത്തിലാണ് നമ്മുടെ സമൂഹം. സമൂഹത്തിലെ സാധാരണപ്പെട്ട ആളുകൾ നിലനിൽപ്പിനായി പാടുപെടുകയാണ്. നമ്മുടെ രാജ്യം വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നുണ്ട്. ചൊവ്വയിൽ പോലും ചന്ദ്രയാനെ അയക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചെടുത്തു. പക്ഷെ നമ്മുടെ രാജ്യത്തിനൊരു മറുപുറമുണ്ട്, മറ്റൊരു മുഖം. 10-45 കോടിയിലധികം ദരിദ്ര നാരായണന്മാരുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം. പാസ്റ്റർ KC ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ G അനിൽകുമാർ, പ്രസിഡന്റ് TC ഷാജി, സജി എബ്രഹാം, പാസ്റ്റർ ജോസഫ് ഗോപി, K അലക്സ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ന് പകൽക്കാലം ഇമ്മാനുവേൽ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ പേരിൽ കർത്താവിടെ ആരംഭിക്കുന്ന തയ്യൽ സ്കൂളിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നിരിക്കുന്ന MLAക്കായി സ്തോത്രം, വാർഡ് മെമ്പറിനായി സ്തോത്രം, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ് ദൈവദാസന്മാരായി ദൈവജനങ്ങളായി കടന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഫാസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 4ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ജനുവരി 6-7 തീയതികളിൽ റാന്നി ശ്രീലക്ഷ്മി തിയേറ്ററിലാണ് മേള നടക്കുക. 5 രാജ്യങ്ങളിൽ നിന്നായി 10ഓളം ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. റാന്നി ഫിലിം ആൻഡ് ഫൈനാൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള 4ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ജനുവരി 6-7 തീയതികളിൽ റാന്നി ശ്രീലക്ഷ്മി തിയേറ്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ റാന്നിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരണം ലോക സിനിമ എന്നുള്ള നിലവാരത്തിലേക്ക് വരുമ്പം അല്പം അതിനകത്ത് അറിയാമല്ലോ, ഒരു നിറം കലരുന്ന രീതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു കഴിഞ്ഞ 3 തവണയിലെ മേളയിലെ പ്രധാനപ്പെട്ട നമ്മുടെ ആളുകൾ എന്നുള്ളതുകൊണ്ട് അത്തരം സിനിമകൾ നമ്മൾ പരമാവധി ഒഴിവാക്കി. എന്നാൽ പല സിനിമ കാഴ്ചയ്ക്ക് വന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെ മാനിച്ചാണ് ഇത്തവണ നമ്മൾ കുറച്ചുകൂടി ഗൗരവതരത്തിലായിരിക്കണം സിനിമ പ്രദർശനം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ചലച്ചിത്രമേള നമ്മൾ തിയേറ്ററിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ലോക സിനിമ, കുട്ടികളുടെ സിനിമ എന്നീ വിഭാഗങ്ങളിലായി 5 രാജ്യങ്ങളിൽ നിന്നുള്ള 10 ചലച്ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ഹ്രസ്വചിത്രങ്ങളും ചിത്രീകരണങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ജനുവരി 4-ാം തീയതി വൈകിട്ട് 5:30 ഇട്ടിയാപ്പാറ പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക് രാഘവൻ മാസ്റ്റർ നഗറിൽ വെച്ച് മേളയുടെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി നിർവഹിക്കും. രാജു എബ്രഹാം MLA മുഖ്യാതിഥിയായിരിക്കും. തുടർച്ചയായി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ വിനോദ് റാന്നിയെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക സിനിമാ വിഭാഗത്തിൽ വിശ്വവിഖ്യാത കൊറിയൻ ചിത്രമായ സ്പ്രിംഗ്, സമ്മർ, ഹാൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ്, വിഖ്യാത ഇറാനിയൻ ചലച്ചിത്രകാരൻ മഹസിൻ മക്ബൽബെഫിന്റെ ദ ഗാർഡനർ, നീതി കക്കറുടെ ഫിലിപിസ്ഥാൻ എന്നിവയും, മലയാളം സിനിമാ വിഭാഗത്തിൽ ജോജി മാത്യുവിന്റെ ഷട്ടർ, ആർട്ടിസ്റ്റ്, 101 ചോദ്യങ്ങൾ, ലഘുചിത്ര ചിത്രീകരണ വിഭാഗത്തിൽ ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി, ഫിലിം ഓൺ അഡോളസൻസ് വിഭാഗത്തിൽ മലീന എന്നിവയും പ്രദർശിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ബാജി രാധാകൃഷ്ണൻ, ജനറൽ കൺവീനർ സുനിൽ മാത്യു, ഫെസ്റ്റിവൽ ഡയറക്ടർ AT സതീഷ്, കൺവീനർ S അജിത്, ചലച്ചിത്ര നിർണായക കൺവീനർ ബിനു S നായർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. ഇടവേള. വാർത്തകളിൽ തുടരുന്നു. CPIM റാന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MT വർഗീസിന്റെ അനുസ്മരണ ദിനം ആചരിച്ചു. CITU കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു.
ബ്ലോക്ക് പടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച അനുസ്മരണ റാലിയോടെയാണ് മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ MT വർഗീസ് അനുസ്മരണ ദിനം ആചരിച്ചത്. CPM റാന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ സമ്മേളനം CITU കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിലാണ് കമ്മ്യൂണിസം രൂപം കൊണ്ടുയർന്നു വരുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ ചിന്തകന്മാർ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇടപെടുകയും അവരുടെ ചിന്തകൾ തത്വശാസ്ത്രങ്ങളായി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ വേദനകൾ ഹൃദയത്തിൽ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മളിന്ന് പ്രവാചകന്മാരായോ ആചാര്യന്മാരായോ കാണുന്നവരൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. CPM റാന്നി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TN ശിവൻകുട്ടി, CPM ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മത്തായി ചാക്കോ, PR പ്രസാദ്, KK സുരേന്ദ്രൻ, TS മോഹനൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഇട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്ന KCIF കമ്പ്യൂട്ടർ സെന്ററിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ നടന്നു. ചെറുകുളഞ്ഞി ബദനിയാശ്രമത്തിലെ സുപ്പീരിയർ ഫാദർ അഗസ്റ്റിൻ മുഖ്യ സന്ദേശം നൽകി. റാന്നി ഇട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്ന KCIF കമ്പ്യൂട്ടർ സെന്ററിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടന്നു. ചെറുകുളഞ്ഞി ബദനി ആശ്രമത്തിലെ സുപ്പീരിയർ ഫാദർ അഗസ്റ്റിൻ മുഖ്യ സന്ദേശം നൽകി. നമ്മൾ ഈ പുരോഹിതന്മാർ സാധാരണയായിട്ട് പ്രസംഗിക്കുന്നത് പള്ളിയിലാണ്. പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ സാധാരണയായിട്ട് ഇതൊരു വലിയ ശൈലിയായിട്ട്, ഭാഷയിലെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അത് നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ഈ അച്ഛന്മാരൊക്കെ പറയുന്നതിന് യാതൊരു വിലയില്ല, അത് പറഞ്ഞാൽ കേൾക്കണ്ട, അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ധ്വനി നമ്മുടെ ഭാഷയിൽ, മാധ്യമങ്ങളിൽ, ഫിലിമിൽ, തിയേറ്ററിൽ എല്ലാ ദിവസവും തന്നെ ഇത് വരുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി എനിക്കുണ്ട്. അതായത് ഈ വൈദികർ പറയുന്ന കാര്യം മുഴുവൻ ചിലപ്പോൾ ഭക്തിപരമായ കാര്യങ്ങളായിരിക്കും. അത് ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും വേണ്ട, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് യാതൊരു വിശേഷവുമില്ല. ഞങ്ങളത് കേൾക്കാനും അംഗീകരിക്കാനും പോകുന്നുമില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ധ്വനി ചിന്ത പലപ്പോഴും നമ്മുടെ ഭാഷയിലൂടെ തന്നെ കടന്നു വന്നിട്ടുണ്ട്. ഡയറക്ടർ ജോജി, CS തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ വർഷം ഇന്നുകൊണ്ടൊരു തീരുമാനമെടുക്കണം. ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിന് കണ്ടെത്തണം. അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് അവരവർ തന്നെ സ്വയം വിശകലനം ചെയ്യുക. പല പോസ്റ്റുകളിലും വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിന് ട്രെയിനിങ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളുടെ ഭാഗത്തെ ഉത്സാഹക്കുറവ് കൊണ്ടാണ് പലപ്പോഴും അതിന് ഞങ്ങളുടെ ഭാഗത്തും ഉദാസീനത പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. LDCയുടെ ട്രെയിനിങ്ങിന് നമ്മൾ ക്ലാസ് കൊടുക്കാൻ ശ്രമിച്ചു. ഒരു പരിധി വരെ എത്രത്തോളം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു എന്നുള്ളത് അവരവർക്കറിയാം. സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. സിറ്റി ന്യൂസ് റാന്നി. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് ആഭ്യന്തരമന്ത്രിയായി അധികാരമേറ്റു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വനംവകുപ്പ് നൽകിയത് അധാർമികവും വഞ്ചനയുമെന്ന് R ബാലകൃഷ്ണപിള്ള. മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നുവെന്നും പിള്ള. പത്തനംതിട്ട അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെയും കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹരിത സംഗമം നടന്നു.
പാചകവാതക വില കുത്തനെ കൂട്ടി, ഗാർഹിക ഉപഭോക്താക്കൾക്കും വാണിജ്യ ഉപഭോക്താക്കൾക്കും കനത്ത പ്രഹരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.